അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എന്ത് പറ്റി, നെഹന്യാവിന് എന്ത് പറ്റി, എന്താ സംഭവിച്ച് അവർക്ക് ഒന്നും ഓർമ്മല്ല. 4-5 ദിവസം മുമ്പ് എന്താ അറിയോ, ഇസ്രായേൽ എന്ന തമ്മാടികൾ എന്ന് പറയും, ലോകം കണ്ട ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ നെഹന്യാവിനെ പറ്റിയാ പറയുന്നുണ്ടോ. നെഹന്യാവ് എന്ന ഏറ്റവും ലോകം കണ്ട നിരപോച്ചി, ലോകമെല്ലാവരും പറയും നിരപോച്ചി എന്ത് ചെയ്തു അറിയോ, യമേനിനെ ഇറാൻ ആക്രമിച്ചു. നിങ്ങൾ കേട്ടു. പിന്നെ സംഭവിക്കുന്ന കാര്യം എന്താ, സ്ഥലങ്ങും വിലങ്ങും. ഇപ്പൊ അമേരിക്ക പറയുന്ന പ്രസ്താവന എന്താ അറിയോ, ഇറാന്റെ കയ്യിൽ ആയുധം കഴിഞ്ഞു എന്നാ പറയുന്നത്. മനസ്സിലാക്കട്ടെ, ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇറാനെ സംബന്ധിച്ചോളം ഒരുപാട് വർഷങ്ങളായിട്ട്, 10-40 വർഷങ്ങളായിട്ട് ഇറാൻ ഈ യുദ്ധം മുൻപ് കണ്ടുകൊണ്ട് ആയുധങ്ങൾ റെഡിയായി കൊണ്ടുവന്നതാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ഒരു ദിവസം ഇറാനെ സംബന്ധിച്ചോളം ഏകദേശം 8 മിസൈൽ, ഹൈപ്പർ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഇറാനുണ്ട്. ഒരു ദിവസം അതിന് സംവിധാനം ഇറാന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ട്രോളുകൾ ഉണ്ടാക്കാൻ കഴിവ് ഇറാനുണ്ട്. അങ്ങനെ ഒരു ദിവസം മറ്റ് ആയുധങ്ങളായിട്ട് തന്നെ ഏകദേശം 35-40 ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാന് കഴിവുണ്ട്. ഇറാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചോളം 1 വർഷമല്ല 2 വർഷം 3 വർഷം യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഓരോ കയ്യിലുണ്ട്. ഒരു സംശയം 4 ദിവസം കൊണ്ട് തീർന്നു ഇതാക്കുന്നത്. ട്രംപ് പറയുന്നത് ഇറാൻ ഇപ്പം അവസാനിപ്പിക്കും, ഇറാൻ ആയുധം തീർന്ന്. അത് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവില്ല. അന്നപ്പോൾ അടി 10-30 മിസൈൽ 40 മിസൈൽ അങ്ങോട്ട് പോവുകയായത്. ഇപ്പം യുദ്ധവിമാനങ്ങൾ പോകുന്നുണ്ട്, കപ്പൽ പോകുന്നുണ്ട്. ഏത് എബ്രഹാം ലിങ്കൻ, എന്തൊക്കെ പേര് പറയാം, എബ്രഹാം ലിങ്കൻ തേങ്ങാപ്പെട്ടാക്കി അങ്ങനെ പറയാനേ പറ്റൂ. ഒക്കെ കുപ്പേ പോവും. ഈ കളം അടങ്ങുന്ന സമയത്ത് ഈ യുദ്ധം അവസാനിച്ച് പോകുന്ന സമയത്ത് എബ്രഹാം ലിങ്കനും ഉണ്ടാവൂല, അതിന് വന്ന് സപ്പോർട്ട് ചെയ്ത് കപ്പലും ഉണ്ടാവൂല. അമേരിക്കൻ ട്രംപ് എന്ന് പറഞ്ഞ സംഗതി വട്ടപൂജ മാത്രമേ കാര്യങ്ങൾ മാറും. കാരണം മനസ്സിലാക്കാൻ കാരണം ഇറാനെ സംബന്ധിച്ചോളം ഒരു ഹൈപ്പർ മിസൈൽ അല്ലെങ്കിൽ മിസൈൽ ഉണ്ടാക്കാൻ ഏറിക്കഴിഞ്ഞാൽ 1-2-3 ലക്ഷം റുപ്യ ചിലവാകുകയുള്ളൂ. അമേരിക്കയെ സംബന്ധിച്ചോളം അതല്ല. ഒരു മിസൈൽ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പം 10, 15, 30, 40, 50 കോടി രൂപ ചിലവുണ്ട്. അന്നാ സംബന്ധിച്ച് ഇറാൻ മിസൈൽ ഇടുന്ന സമയത്ത് അത് തകർക്കാൻ വേണ്ടി ഒരു 2 ലക്ഷം റുപ്യൻ്റെ അല്ലെങ്കിൽ 20,000 റുപ്യ ഒരു മിസൈൽ ഇറാൻ അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഈ പറയുന്ന 50-100 കോടി റുപ്യ മിസൈൽ വെച്ച് തടുക്കണം, അല്ലെങ്കിൽ കുപ്പിയെ പോകും. ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞുള്ള ഇറാനെ സംബന്ധിച്ച് എല്ലാവിധ സംവിധാനങ്ങളും ആയുധങ്ങൾ ഒരു നിലക്കും ഒരാൾക്കും തൊടാൻ പറ്റില്ല. കാരണം എന്താ പറയുക, രഹസ്യാരേഖകളുള്ളത് ഭൂമിന്റെ അടിയിലെ സാധനമുണ്ട്. നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോസ് കണ്ടില്ലേ, ഓരോ ദിവസം കൂടുന്ന സമയത്തും 18 സെക്ഷനായിട്ടുള്ളത്. ഇപ്പൊ 2 സെക്ഷനായിട്ടേ ഉള്ളൂ. 3-ാം സെക്ഷനിലേക്ക് അടുക്കുക എന്നാണ് പറഞ്ഞത്. 3-ാം സെക്ഷനിലേക്ക് ഏകദേശം ഒരു 8-9 ദിവസം നീങ്ങാൻ മാത്രം ഉണ്ടാവും. അങ്ങനെ പിന്നെ 4-ാം സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു പറയുന്ന കണക്കിന് 1 മാസം നീളാൻ മാത്രം ഉണ്ടാവും. 5-ാം സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ 3 മാസം നീളാൻ മാത്രം ആയുധങ്ങളാണ് പറയുന്നത്. ഓരോ സെക്ഷനായി വെച്ചതാണ് അവർ. അതിശക്തമായ ആക്രമണം, ഒരു രക്ഷയില്ലാതെ. എന്താ അറിയോ, ഇപ്പം ഇറാനെ ഭാഗത്ത് ഒരു സംശയം വിചാരിക്കേണ്ട. ഒന്നെങ്കിൽ ഇസ്രായേൽ എന്ന നിരഭോജിയായിട്ടുള്ള നെഹന്യാഹുവിനെ ഇല്ലായ്മ ചെയ്യുക, അതൊരു ലക്ഷ്യം മാത്രമേ ഇറാൻ സംബന്ധിച്ചുള്ളൂ. ഒരു സംശയമാണ്. അതുപോലെ തന്നെ എബ്രഹാം ലിങ്കന്റെ കപ്പലും, ആ 2 സംഗതിയും ഇറാൻ തകർക്കും. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം എന്നുള്ള ഇറാൻ തീരുമാനിക്കും. ഒരു സംശയങ്ങളാണ് വിചാരിക്കേണ്ട. 100% എഴുതി വെച്ചോളൂ. എന്തൊക്കെ സംഭവിച്ചാലും ഇറാൻ സംബന്ധിച്ച് വമ്പൻ നാശനഷ്ടങ്ങളുണ്ട്. അതിനേക്കാൾ 10 ഇരട്ടി ഇസ്രായേൽ നാശനഷ്ടങ്ങളുണ്ട്, അമേരിക്കയുടെ നാശനഷ്ടങ്ങളുണ്ട്. ഇവരെ സംബന്ധിച്ച് പരുക്ക് പറ്റിയെന്ന് മാത്രമേ പറയുള്ളൂ, എന്ത് പരുക്കാന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് കണ്ടാണ്ടല്ലോ ഇസ്രായേൽ സംബന്ധിച്ചോളൂ, ഇസ്രായേൽ നിറഞ്ഞു നിൽക്കുന്ന ബിൽഡിങ്ങുകളുടെ വാക്കുകളുടെ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സഹിക്കില്ല. ആ രൂപത്തിൽ കരിമ്പുന്നോട്ട് ആന കയറണം, നിരത്തി പാർച്ചാനൊക്കെ. അന്ന് ആയുധങ്ങൾ പറഞ്ഞ പോറിനെ പറ്റിയതാ പറയുന്നത്. നമുക്കറിയാം, കുറച്ച് കാലം കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും എങ്ങനെയാ സംഭവിച്ച്, എന്തൊക്കെ മനസ്സിലാക്കി, എത്ര ആൾക്കാർ മരിച്ചിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇറാനെ സംബന്ധിച്ച് വമ്പൻ നാശനഷ്ടങ്ങളുണ്ട്. ഏകദേശം 1000കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്, അതിലേറെ ആൾക്കാർ പരുക്കുകളുണ്ട്, കുറേ പിഞ്ചുകുളുകൾ മരിച്ചിട്ടുണ്ട്. അതിലൊക്കെ തക്കതായൊരു ശിക്ഷ മറുപടി ഇറാൻ കൊടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ കൊടുത്തുകൊണ്ട് നിൽക്കുകയും ഒരു നിലക്ക് പോലും ഞങ്ങൾ ഓരോ ഒത്തുതീർപ്പും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നുള്ള അത്രയും തന്നെ നമ്മൾ എന്താ പറയുക, ഓരോ സ്ഥലം രോമ എണീച്ച് നിൽക്കുക ഇറാൻ എന്ന് പറയുന്ന സമയത്ത്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ്. ഇറാനാണ് താരം, ഒരു സംശയം വേണ്ട. താങ്ക് യു വെരി മച്ച്.